Hello guys, I am Anand and welcome back to my channel Superness. അതുകൊണ്ടാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോ സൂപ്പർനെസ്സിൻ്റെ വേണ്ടിയിട്ട് പുതിയ മാർവൽ വീഡിയോയ്ക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ താനോസ് കഴിഞ്ഞ് ഇനി വരുന്ന ഏറ്റവും വലിയ അടുത്ത ബിഗ് വില്ലൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഗലാക്ടസ് ആണ്. പക്ഷേ പലരും ഇപ്പം പറയുന്നത് ഡോക്ടർ ഡൂമാണ്. പക്ഷേ ഗലാക്ടസ് ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ട്രെയിലറിൽ ടീസ് ചെയ്തിട്ടുണ്ട് ഗലാക്ടസിന്. സോ എന്തുകൊണ്ടും ഗലാക്ടസിൻ്റെ ഒറിജിൻ ഇപ്പോൾ ചെയ്ത് കളയാം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഗലാക്ടസ് മാർവൽ MCUലോട്ട് വരാൻ പോവുകയാണ്. അത് ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗലാക്ടസിൻ്റെ കോമിക്സിലെ ഒറിജിൻസും പവേഴ്സും വീക്ക്നെസ്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസമായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഈസ് ഒറിജിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മാർവൽ കോമിക്സിൽ തന്നെ വൺ ഓഫ് ദ കോംപ്ലക്സ് ഒറിജിൻസിൽ ഒന്നാണ് ഗലാക്ടസിൻ്റേത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. സോ ഗലാക്ടസ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് മാർച്ച് 1966 പുറത്തിറങ്ങിയ ഫാൻറ്റാസ്റ്റിക് ഫോർ 48-ാം ഇഷ്യൂയിലൂടെയാണ്. ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചത് നമ്മുടെ സ്വന്തം സ്റ്റാൻലിയും ജാക്ക് കിർബിയും ഒരുപാട് പേര് പറയാത്ത ഒരു പേരും കൂടിയാണ് മാർക്ക് ഗ്രൂവേൾഡ് എന്ന് പറയുന്ന ഒരാളും കൂടി ഈ ഒരു ക്യാരക്ടറിൻ്റെ ക്രിയേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒറിജിൻ എടുത്തു നോക്കുകയാണെങ്കിൽ 1966 ഇറങ്ങിയ തോർ 169-ാം ഇഷ്യൂവിലും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിൻ ഓഫ് ഗലാക്ടസ് ഇഷ്യൂ 1 1966 ഇറങ്ങിയ ഒരു കോമിക്കാണ്. അതിലുമായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ പരന്നു നടക്കുന്നത്. സോ ഗാലൻ എന്നാണ് നമ്മുടെ ഗലാക്ടസിൻ്റെ യഥാർത്ഥ പേര്. സോ ഇദ്ദേഹം എന്താ പറയുക, സയൻസ് അതിൻ്റെ ഒരു മാനാണ്, ഒരു മാൻ ഓഫ് സയൻസ് ആണ്. അതായത് സയൻസിൽ വളരെ എന്താ പറയുക അറിവുള്ള ഒരാളായിരുന്നു. സോ ഈ ഒരു ഗാലൻ ജീവിച്ചിരുന്നത് ടാ എന്ന് പറയുന്ന ഗ്രഹത്തിലായിരുന്നു. അതായത് മാർവൽ മൾട്ടിവേഴ്സിലെ 6th ഇറ്ററേഷനിലെ എർത്ത് 616-ലെ ടാ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലാണ് ജീവിച്ചിരുന്നത്. സോ ഈ ഇറ്ററേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിന്, അതായത് ഇറ്ററേഷൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അത് ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ച് മനസ്സിലാക്കിയത്, എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. സോ ഇറ്ററേഷൻ എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിനും ഒരു തുടക്കവും ഒടുക്കമുണ്ട്. നമ്മൾ ഇൻഫിനിറ്റി വാർ കണ്ട പോലെ തന്നെ ഒരു ബിഗ് ബാങ്ങിൽ നിന്ന് തുടങ്ങി ഒരു ബിഗ് ക്രഞ്ചിൽ നിന്നാണ് ഒരു യൂണിവേഴ്സിൻ്റെ ലൈഫ് അവസാനിക്കുന്നത്. സോ ഈ ഒരു ബിഗ് ക്രഞ്ചിലോട്ട് പോകുമ്പോൾ ആ യൂണിവേഴ്സ് ഒരു കോസ്മിക് എഗ്ഗിൻ്റെ ഫോമിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഈ ഒരു എന്താ പറയുക 7th ഇറ്ററേഷനാണ് ഇപ്പോൾ ഈ പണ്ടത്തെ ആ ഒരു മാർവൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സീക്രട്ട് വാർസിന് ശേഷം വേറൊരു ഇറ്ററേഷൻ നടന്നിട്ടില്ല, എങ്കിൽ കൂടിയും ഇത് 8ാമത്തെ ഇറ്ററേഷനാണ്. സോ നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ടാ എന്ന് പറയുന്ന ഗ്രഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ആ ഒരു എന്താ പറയുക ഗ്രഹം നശിക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഗാലൻ്റെ അടുത്ത് അവിടെ ഉള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ. അപ്പോൾ ഗാലൻ പറയുന്നുണ്ട് സൊല്യൂഷനൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് ആ ഒരു കോസ്മിക് എഗ്ഗിലോട്ട് പോകാം, നമ്മൾ എന്തായാലും മരിക്കും, അതിപ്പോൾ നല്ലതുപോലെ ഒരു അഭിമാനകരമായിട്ട് മരിക്കാം, പ്രൗഡായിട്ട് മരിക്കാം എന്ന് പറയുന്നുണ്ട്. സോ അവനെല്ലാവരും കോസ്മിക് എഗ്ഗിലേക്ക് ഒരു എന്താ പറയുക സ്പേസ് ഷിപ്പിൽ കയറി പോവുകയാണ്. സോ അവിടുത്തെ അതിൻ്റെ ഒരു റേഡിയേഷൻ കാരണം നമ്മുടെ എല്ലാവരും മരിക്കുകയാണ് ആ ഒരു കോസ്മിക് എഗ്ഗിൻ്റെ റേഡിയേഷൻ കാരണം. പക്ഷേ ഗാലൻ മാത്രം സർവൈവ് ചെയ്തു. സോ ഇവിടം വരെ നമുക്ക് ഏതാണ്ട് ക്ലിയർ ആണ്. പക്ഷേ അതിന് ശേഷം നമ്മുടെ ഗാലൻ മാത്രം എങ്ങനെയാണ് റേഡിയേഷൻ രക്ഷപ്പെട്ടതെന്ന് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ 2020 പുറത്തിറങ്ങിയ തോർ ഡെവോറർ കിങ് എന്ന് പറയുന്ന കോമിക്കിലുണ്ട്. അതായത് ബ്ലാക്ക് വിൻ്ററാണ് ഈ ഒരു ഇതിൻ്റെ റീസൺ. അതായത് ബ്ലാക്ക് വിൻ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സുകളെ തിന്നുന്നൊരു എൻറ്റിറ്റിയാണ്. സോ ബ്ലാക്ക് വിൻ്ററാണ് നമ്മുടെ ഗാലൻ്റെ യൂണിവേഴ്സും നശിപ്പിച്ചത്. അപ്പം എന്താ പറയുക, ഗാലൻ്റെ ആ ഒരു മരണം എല്ലാം നമ്മുടെ ബ്ലാക്ക് വിൻ്റർ നമ്മുടെ ഗാലനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഒരു കണ്ടീഷൻ നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് വിൻ്റർ ഗാലൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. അതായത് നീ എന്നെ സേവിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നുണ്ട്. ഒരു ഹെറാൾഡായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ അത് ഗാലൻ എനിക്ക് തോന്നുന്നു ബോധമുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ കോമിക്സിൽ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞു വന്ന് ഗാലൻ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്താ പറയുക പുതിയൊരു ഇതിലോട്ട് ഗാലൻ മാറുകയാണ്, ഗലാക്ടിസായി മാറുകയാണ്. ഒരു സ്റ്റാർഷിപ്പിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഗാലൻ
പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് ഗാലൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്ലാനറ്റിൽ കുടുങ്ങുന്നു. സോ അവിടെ വെച്ചിട്ട് ഇക്ക എന്ന് പറയുന്ന ഒരു വാച്ചർ ഇത് കാണുന്നുണ്ട്. സോ ഈ വാച്ചർ ഇത് കണ്ടിട്ട് അതിൽ ഇടപെടണോ എന്ന്, കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നതെന്ന് ഈ വാച്ചർ മനസ്സിലാക്കുകയോ ഇതിൽ ഇടപെടണോ, ഈ ഒരു ആളെ കൊല്ലണോ എന്ന് നമ്മുടെ വാച്ചർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു വാച്ചറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ വാട്ട് ഇഫ് സീരീസിലൊക്കെ കണ്ട പോലെ തന്നെ വാച്ചറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ കയറി ഇടപെടുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബീയിങ്സിൻ്റെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മുടെ വാച്ചറിന് അനുവാദമില്ല. സോ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആർക്കേപ്പിയ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലോട്ട് നമ്മുടെ ഗലാക്ടസ് പോകുന്നു. സോ ഗലാക്ടസ് ഇപ്പോൾ ഒരു ഇൻക്യുബേഷൻ പീരീഡിലാണ് നിൽക്കുന്നത്. കാരണം ഗലാക്ടസ് ഇങ്ങനെ ഒരു പവറിലോട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്ലാനറ്റിലെത്തിയപ്പോൾ തന്നെ ഈ ഒരു ഗലാക്ടസ് പറയുകയാണ് എൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് തീർന്ന് ഗലാക്ടസ് ലീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗലാക്ടസ് അവിടെ എണീറ്റ് വരികയാണ്. സോ ഗലാക്ടസിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡിന് തിന്നുന്ന ഒരാളാണ്. സോ അപ്പം ഗലാക്ടസ് വന്നിട്ട് തൻ്റെ വിശപ്പ് കാരണം ആ ഒരു പ്ലാനറ്റിനെ, അതായത് ഇത്രയും നാളും തന്നെ നോക്കിയിരുന്നല്ല ഒന്നും എന്താ പറയുക, ഒരു ദ്രോഹം ചെയ്യാത്ത ആർക്കേപ്പി എന്ന പ്ലാനറ്റിനെ നമ്മുടെ ഗലാക്ടസ് തിന്നുന്നതായിട്ടാണ് കാണുന്നത്. സോ ഞാൻ ഇത്രയൊക്കെയാണ് ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഗലാക്ടസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് കോമിക്സ് ഹിസ്റ്ററിയിൽ. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഹങ്കർ തന്നെയാണ്. ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് ഗലാക്ടസിനെ വന്നിട്ട് പ്ലാനറ്റ്സിനെ തിന്നുന്നതാണ് ഗലാക്ടസിൻ്റെ എന്താ പറയുക നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുക സപ്പോർട്ടിങ് ആയിട്ടുള്ളത്. അത് എല്ലാവർക്കും കോമിക്സ് പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഈ ക്യാരക്ടറിൻ്റെ കുറച്ച് പവേഴ്സ് നമുക്ക് നോക്കാം. ടെലിക്കൈനസിസ്, ടെലിപ്പതി, സൈസ് ആൾട്രേഷൻ. സോ നമ്മൾ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ടീസറിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്താ പറയുക അത് കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി, അങ്ങനെ ഇത് മാത്രം വളരെ കുറച്ച് പവേഴ്സ് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. ഒരുപാട് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സൂപ്പർ വില്ലൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ തന്നെയാണ് ഗലാക്ടസ്. പക്ഷേ ഗലാക്ടസ് ഒരു സൂപ്പർ വില്ലനാണോ അല്ലെങ്കിൽ ഒരു ഹീറോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഗലാക്ടസ് വേൾഡുകളെ മൊത്തം തിന്നുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കിട്ടാം. അതിന് ദിസ് മാച്ച് സൈനിങ് ഔട്ട് ആൻഡ് യു വാച്ച് സൂപ്പർ നെയിം സൂപ്പർ ഹീറോസ്.